ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ചെയ്യാം. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള എന്നൊന്ന് ഹെയർ കെയർ വീഡിയോ ചെയ്യോ, മുടിക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്, മുടി എങ്ങനെയാണ് ഇത്രയും വളർന്നത്, ടിപ്സ് ഉണ്ടെങ്കിൽ പറയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്റെ അടുത്ത് കമന്റ്സിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നും പറഞ്ഞാണ് ഇത് വെച്ചിരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്റെ ഹെയർ കെയർ ആണ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ മുടി എങ്ങനെയൊക്കെയാണ് നോക്കുന്നതും എങ്ങനെയാണ് ഇത്രയും കിടിലായിട്ട് വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഹെയർ അല്ലേ, ഇത് എങ്ങനെ ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണക്ക് ഏത് ഹെയർ ഇരിക്കുള്ളൂ, ട്രീറ്റ്മെന്റ് ഹെയർ ആയാലും അല്ലാത്ത ഹെയർ ആയാലും നമ്മൾ എന്താണ് മുടിക്ക് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് അത് കണക്ക് തന്നെ കിട്ടും. അല്ലാതെ നമുക്ക് ഒരുപാട് മുടിയുണ്ട്, അത് നമ്മൾ നോക്കാതിരിക്കുന്നെങ്കിൽ നമ്മുടെ മുടി എന്തായാലും പോവും, പാടി പോവും, ഉറപ്പാണ്. കാരണം മുടിയൊക്കെ നമ്മൾ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ സ്കിന്നായാലും ഹെയർ ആയാലും നമ്മളെ ബോഡി ആയാലും നമ്മൾ കൊണ്ട് നടക്കുന്ന അനുസരിച്ച് ഇരിക്കുള്ളൂ. എന്റെ മുടിയാണെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത മുടിയാണ്, ഞാൻ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണ്. പക്ഷെ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ട് 4 വർഷമായി. ആ 4 വർഷം തൊട്ട് ഞാൻ നല്ല രീതിയിൽ മുടി നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് ചെയ്ത കണക്ക് തന്നെ മുടി ഇന്നും ഇരിക്കുന്നത്. ഈ ഇടയ്ക്കാണെങ്കിൽ ഞാൻ എന്റെ ഹെയർ കൊണ്ടൊന്ന് ലെവൽ ആക്കിയായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചധികം ലെങ്തിലോട്ട് താഴോട്ട് നല്ല രീതിയിൽ കട്ടി കുറവുണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്തായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ ഈ ഇടയ്ക്കുള്ള ഫുഡ് ഹാബിറ്റ് ഒന്നും ശരിയല്ല, ഫുള്ള് പുറത്തുനിന്നുള്ള ഫുഡാണ്. ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കഴിക്കാറും കുടിക്കാറും ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഹെയർ എന്തായാലും ഡാമേജ് ആവും. നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് മുടിക്ക് വേണ്ടുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ അനുസരിച്ച് കഴിച്ചാൽ നമ്മുടെ മുടി ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ടിരിക്കും. ഞാൻ എങ്ങനെയാണ് എന്റെ മുടി സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ്, ഞാൻ എണ്ണ ഉപയോഗിക്കില്ല. ഞാൻ എണ്ണ ഉപയോഗിക്കില്ല നിങ്ങളടുത്ത് പറഞ്ഞാൽ എണ്ണ ഉപയോഗിക്കാതെ എങ്ങനെ മുടി വളരുമോ എന്ന് നിങ്ങൾ ആലോചിക്കും അല്ലേ? എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ മുടി വളരും. മുടി വളരാൻ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, അതിനുള്ള തെളിവാണ് എന്റെ മുടി. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഞാൻ ഹെയറിൽ എണ്ണ ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും റൂട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോൾ, അതിനു മുമ്പ് എനിക്ക് എണ്ണ തേക്ക് കൊതിയൊക്കെ വരുമ്പോൾ ഞാൻ എടുത്ത് തേച്ച് ഇങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ ഷാമ്പു ഇടുമ്പോൾ അപ്പോഴേ കഴുകി കളയും. എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എണ്ണ തേക്കുക, ഒരു 10-30 മിനിറ്റ് സ്കാൽപ്പിൽ വെച്ചേക്കുക, അതിനുശേഷം ഷാമ്പു വാഷ് ചെയ്ത് കംപ്ലീറ്റ് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് താരൻ വരും. എണ്ണ ഒരിക്കലും തലയിൽ കിടക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പണ്ടുള്ളവരാണ് പറയണത് തലയിൽ കുളുക്ക എണ്ണ വെച്ചേക്കണം എങ്കിലേ മുടി വളരുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സ്കാൽപ്പിന് ആവശ്യമുള്ള കൊടുക്കുക, അതിനുശേഷം ഫുള്ള് ക്ലീൻ ആക്കി കളയാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഫസ്റ്റ് എണ്ണ ഉപയോഗിക്കാറില്ല. ഞാൻ പിന്നെ ഹെയറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ സെറോൺ ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ ഈ ഹെയർ സെറോൺ ഉപയോഗിക്കുന്നത് എന്റെ ഫേവറേറ്റ് ഹെയർ സെറത്തിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടേക്കാം, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി ഹെയർ സെറോണ്. എന്റെ അനിയത്തി ഇപ്പൊ ഉപയോഗിക്കുന്നതാണ്, എന്റെ താത്താവ് ഇപ്പൊ ഉപയോഗിക്കുന്നതാണ്. ഞാൻ തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. അവർക്ക് രണ്ടുപേർക്കും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. എന്റെ അനിയത്തിയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഹെയറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഹെയറിലും ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് അടിപൊളി സെറം തപ്പി കിടക്കുന്നെങ്കിൽ കണ്ണടച്ചത് വാങ്ങിക്കോ, അടിപൊളിയാണ്. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പും കണ്ടീഷണറും. ഈ 2 ദിവസം ഇടവിട്ട് ഞാൻ ഷാമ്പും കണ്ടീഷണർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പും കണ്ടീഷണറും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു എന്ന് വെച്ചാൽ വെള്ളേരയാണ്. ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതിന്റെ സെയിം കണ്ടീഷണർ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് 2 സാധനം അടിപൊളിയാണ്, നല്ല രീതിയിൽ മുടിക്ക് ഇത് വർക്ക് ആവുന്ന സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കാം, പക്ഷെ കുറച്ച് വില കൂടുതലാണ്. അപ്പൊ ഞാൻ എന്റെ ഹെയറിൽ ഉപയോഗിക്കുന്ന 3 പ്രോഡക്റ്റ് ഇതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം ഫുഡ്. നമ്മൾ ഫുഡ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക, നമ്മുടെ സ്കിന്നിന് ഹെയറിനും ഇതിനും എല്ലാത്തിനും യോജിച്ച ടൈപ്പ് ഫുഡ് കഴിക്കാൻ നിങ്ങളെ ഹെയർ കിഡിലായിട്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. സ്വന്തമായിട്ട് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് തല നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. ഇത് മുടിക്ക് നല്ലതുമാണ്. അപ്പൊ നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ടൈം ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തല മസാജ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മാസത്തിൽ നമുക്കൊരു സ്പാ പോയി ചെയ്യാം. ഞാൻ സ്പാ ചെയ്യാറുണ്ട്, ഞാൻ മാസത്തിൽ സ്പാ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ ഹെയർ മാസ്ക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ ഹെയർ മാസ്ക് ഉപയോഗിക്കാത്തത്, ഞാൻ ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ലാത്ത ആളെന്നല്ല പറഞ്ഞ, ഹെയർ മാസ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നത് എന്റെ മുടി ഫുള്ളും കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 തവണയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം അത് എന്റെ ഹെയറിന് സൂട്ട് അല്ലെന്ന് എനിക്ക് തോന്നിയുണ്ട്, ഞാൻ അതൊക്കെ നിർത്തി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്ത എനിക്ക് ഹെയർ മാസ്കുകൾ പറഞ്ഞുതരാൻ അറിയത്തില്ല. അല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വെച്ച് നോക്കുന്നെങ്കിൽ ഒരെണ്ണം മാത്രം ഞാൻ ഉപയോഗിച്ച് എനിക്ക് വർക്കായെന്ന് തോന്നിയിട്ടുണ്ട്. അത് താരത്തിനുള്ളതാണ്. അത് അടിപൊളി സാധനമായിരുന്നു, നല്ല രീതിക്ക് എനിക്ക് സ്കാൽപ്പ് ചെയ്യുന്ന
താരൻ കംപ്ലീറ്റ് പോയായിരുന്നു. ആ താരൻ കൂടിയെന്ന സമയത്ത് ഞാൻ ഗതി കെട്ട് ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ച് ഉപയോഗിച്ച് നോക്കിയാണ്, അത് വർക്കായിട്ടുണ്ട്. താരന്റെ ശല്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം, ഞാൻ നിങ്ങൾക്ക് ആ മാസ്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർന്ന ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പൊ ബൈ.